മായമ്മ, ഞാനൊരു കാര്യം ചോദിച്ചാ മായമ്മ സത്യം പറയോ? ചോദിക്ക്, പറയാം. മായമ്മയാണോ അമ്മയുടെ ഓഫീസിൽ പൈസ കൊണ്ട് വെച്ചത്? ഞാനോ? ഏയ്, ഞാനൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഇവിടെ സംഭവിക്കുമ്പോ ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. മോഹൻ പൈസ വെക്കുന്നത് ആവണി കണ്ടെന്നല്ലേ പറഞ്ഞത്, അല്ലാതെ മായമല്ലേ മക്കളെ അത് ചെയ്തത്. നീ തന്നെ അത് ചെയ്തത്, എനിക്ക് ഉറപ്പാണ്. മോഹന, അനാവശ്യം പറയരുത്. ഞാൻ ചെയ്ത് നീ കണ്ടോ? അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്താ ഉറപ്പ് ഞാനാ ചെയ്തെന്ന്? എനിക്ക് നല്ല ഉറപ്പാ, നീയേ ചെയ്യൂ, നീ മാത്രമേ ചെയ്യൂ. മായമ്മ, മായമ്മ അത് ചെയ്തെങ്കിൽ പറയും. അച്ഛനെ ആരെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ അജ്ഞാത അച്ഛനെ ഉറപ്പായിട്ട് അറ്റാക്ക് ചെയ്യും. മോളെ, മാളു സത്യമായിട്ടും മായമ്മയല്ല അത് ചെയ്തത്. മായമ്മയല്ല, വലിയച്ഛനല്ല. അപ്പൊ എങ്ങനെയാ പൈസ അവിടെ വന്നു? സത്യം പറ, നീയല്ല ചെയ്തത്. ചെയ്യാത്ത കാര്യം ഞാനെങ്ങനെ പറയും? അവള് തന്നെ, എനിക്കുറപ്പാ. ഞാനെന്ന് അവളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ, അതിന്റെ ദേഷ്യ കാണിക്കുന്ന. മായമ്മ അത് ചെയ്തെങ്കിൽ മായമ്മയുടെ വായിൽ നിന്ന് തന്നിനാകാൻ. അച്ഛൻ തൽക്കാലം സേഫായിട്ടിരിക്കും. സത്യം അറിയുന്നവരെ അച്ഛൻ പുറത്തോട്ട് ഇറങ്ങണ്ട. എന്നെ അപമാനിച്ച് ഇവിടെ ഇറക്കി വിടണം. കൊള്ളാം. കണ്ടില്ലേ, എന്നെ വേദനിപ്പിച്ചൊരു വിഷമിക്കുന്ന കണ്ടില്ലേ? ഇല്ലെങ്കിൽ തന്നെ എനിക്കെന്താ, എന്നോടില്ലാത്ത സ്നേഹവും സങ്കടവും ഒന്നും എനിക്ക് ആരോടും ഇല്ല. ആരോടൊട്ടും കാണിക്കാനും ഞാൻ പോകും. ചേച്ചി ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, അത് മതി. എനിക്കറിയാം നീയാണത് ചെയ്തത്. അതെ, ഞാൻ തന്നെയാണ് അത് ചെയ്തത്. അല്ല മോഹന, നിനക്കെന്താ അത് തെളിയിക്കാൻ പറ്റും? നീ തന്നെയല്ലേ പറഞ്ഞത് അവള് കാരണമാണ് എന്റെ ചേച്ചി മരിച്ചതെന്ന്. നിങ്ങൾ എല്ലാവരും ശ്രമിച്ചിട്ടും അവളുടെ ജോലി കളയാൻ പറ്റിയില്ലെന്ന്. എടാ മോഹന, നീ അഭിമാനത്തോട് പോയി പറയടാ, നീയാണ് അവളുടെ ജോലി കളഞ്ഞത്. എന്താ നിനക്ക് പേടിയുണ്ടോ? അല്ലെങ്കിലും നീയും ആഗ്രഹിച്ചല്ലേ അവൾ അവളുടെ ജോലി പോയിട്ട് വീട്ടിലിരിക്കണോന്ന്? അതോ ഇനി അവള് കാരണമല്ലേ എന്റെ ചേച്ചി മരിച്ചത്? എന്താ മോഹന, നിനക്കൊന്നും പറയാനില്ലേ? എന്റെ മനസമാധാനം മുഴുവൻ കളഞ്ഞതേ അവളാണ്, ആ ആവണി. അവൾ എനിക്ക് പുല്ല് വലിയാണ് തരുന്നത്. അപ്പൊ പിന്നെ അവൾ ഇത് അർഹിക്കുന്നു. പിന്നെ നിനക്കെന്നെ ഇവിടുന്ന് ആട്ടിയിറക്കണം അല്ലേ? ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചതാണ്. പക്ഷേ നീ എന്നെ ഇവിടുന്ന് ആട്ടിയിറക്കാൻ നോക്കും. അപ്പൊ പിന്നെ ഞാൻ പോണം. എന്നെ തോൽപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്ത ആരും ഇവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തൽക്കാലം എല്ലാവരുടെയും മുമ്പിൽ നീ തന്നെയാണ് അവനുടെ ജോലി കളഞ്ഞത്. അതല്ലാന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്ക്. പിന്നെ നീ പറഞ്ഞില്ലേ നിന്നെ ആരും ഫോളോ ചെയ്യുന്നെന്ന്? അത് അയാൾ തന്നെയായിരിക്കും, ആ ആവണിയെ സഹായിക്കുന്ന അജ്ഞാനം.
അയാളാണെങ്കിൽ മോഹന, നിന്റെ ജീവൻ അത് അപകടത്തിലായി. നീ എന്തായാലും സൂക്ഷിക്കുന്നത് നല്ലതായി.